അപ്പൊ നമുക്കിത് ഇല്ലെന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ പിക്കിലെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഔട്ട്ലൈൻ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുത്തേക്കണേ. പിന്നെ ഈ ഒരു ടൈപ്പ് റീൽ എൻ്റെ ഇൻസ്റ്റയിൽ കുറേ വട്ടം വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാനും ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ അത് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേ. ഈ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഹെയറും ഫേസൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്തത് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ടാണേ. നിങ്ങൾ വരയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവട്ടോ. കാരണം നമുക്ക് തന്നെ അറിയില്ല ഇതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാ വരികയെന്ന്. അങ്ങനെ ഇവിടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഫേസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാട്ട് ചെയ്ത്. ഓൾറെഡി ഉള്ള സ്പൈഡർമാന്റെ പിക്ചറിന്റെ കൂടെ ഇത് ഒട്ടിച്ച് വെച്ചപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രോയിങ്സ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ എല്ലാം ചെയ്യുക. കാരണം കഷ്ടപ്പെട്ട് വരച്ചതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.